ഉണ്ണിയെ കണ്ടത് ആശ്വാസമായി. കൊച്ചിനിലേക്കല്ലേ? അതെ. എന്താ സാർ? അല്ല, ഞാനും ഈ ഫ്ലൈറ്റ് വരായിരുന്ന പെട്ടെന്ന് പ്രോഗ്രാം മാറ്റേണ്ടി വന്നു. ഇന്ന് തന്നെ ബോംബെയിലെത്തണം. ഉണ്ണി എനിക്കൊരു സഹായം ചെയ്യണം. ഈ ബ്രീഫ് കേസിൽ ഞങ്ങളുടെ കോഫിയുടെ എക്സ്പോർട്ട് ക്വാളിറ്റി സാമ്പിൾസ് ഇതൊന്ന് കൊച്ചിയിൽ എത്തിക്കണം. ഞാൻ വിളിച്ചു പറയാം. ആള് വന്ന് ഉണ്ണിയെ കണ്ട് വാങ്ങിച്ചോളും. അതിനെന്താ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? താങ്ക്സ്. ഇന്നത്തെ ബാംഗ്ലൂർ കൊച്ചിൻ ഫ്ലൈറ്റിൽ എം ഉണ്ണികൃഷ്ണൻ എന്ന പേരിൽ ഒരാൾ വരും. ഹീസ് എ സ്റ്റുഡന്റ്. അയാളുടെ കയ്യിലുള്ള ബ്രീഫ് കേസ് പരിശോധിച്ചാൽ ഹെറോയിനും മാർഫിനും അതിനകത്ത് കാണും. നിങ്ങളാരാ? ഞാനോ? ഐ എം എ ഡ്യൂട്ടിഫുൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ. പ്ലീസ് സെർച്ച് ഹിം. മിസ്റ്റർ ഉണ്ണികൃഷ്ണ മേനോൻ? അതെ. പ്ലീസ് കം. ഒരു ദിവസം മാത്രം കണ്ടു പരിചയമുള്ള അയാൾ കൊണ്ടുവന്നപ്പോൾ ഒന്നും അറിയാതെ ബ്രീഫ് കേസ് രണ്ട് കൈയും നീട്ടി നീ അങ്ങ് വാങ്ങി. ഇത് ഞങ്ങൾ വിശ്വസിക്കണം ഇല്ലടാ? എക്സ്ക്യൂസ് മീ. പ്രസാദ് സാറോ? ഞങ്ങൾ വന്നത് ഈ പയ്യന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെപ്പോലെ സോഷ്യൽ സ്റ്റാൻഡിംഗ് ഉള്ളവർക്ക് ഇടപെടാൻ പറ്റിയ കേസല്ലത്. യുനോ ഹീസ് എ റെഗുലർ കാരിയർ ഓഫ് മോർഫിൻ ആൻഡ് ഹെറോയിൻ കോട്ട് റെഡ് ഹാൻഡഡ്. ഇത്ര തല്ലുകൊണ്ടിട്ടും ഒരക്ഷരം പുറത്തുവിടുന്നില്ല. ഇവന്റെ സോഴ്സ് ഞങ്ങൾക്ക് അറിഞ്ഞെടുത്തേ പറ്റൂ. ഐ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ്. എങ്കിലും ബീങ് എൻ അഡ്വക്കേറ്റ് ഇയാളോട് 5 മിനിറ്റ് സംസാരിക്കാൻ സമയം തരണം. ഓക്കെ. ഉണ്ണി, ഞാൻ അഡ്വക്കേറ്റ് പ്രസാദ്, ബാരിസ്റ്റർ മേനോന്റെ ഒരു അടുത്ത സുഹൃത്ത്. ഇത് മിസ് രാധാ മേനോൻ. ഇവരുടെ ഫാദറിന്റെ കമ്പനിയിലെ ലീഗൽ അഡ്വൈസറാണ് ഉണ്ണിയുടെ അച്ഛൻ. അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിരുന്നു. എന്നെ രക്ഷിക്കണം സാർ. ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. എന്നെ ചതിച്ചതാണ്. മേ ബി. പക്ഷേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം അവർ ഉണ്ണിയെ കുറ്റക്കാരനായിട്ടേ കാണും. സാർ, ഞാൻ തൽക്കാലം കുറ്റം സമ്മതിക്കുക. ചെയ്ത തെറ്റിന്റെ ഗൗരവം അറിയാതെയാണ് അത് ചെയ്തതെന്നും അതിൽ ദുഃഖിക്കുന്നുവെന്നും മാപ്പ് തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിട്ട് തന്നാൽ ഞാൻ കോടതിയിൽ ഹാജരാക്കാം. ഒരു താക്കീത് നൽകി അവർ വിട്ടയച്ചേക്കും. ഉണ്ണിയുടെ അച്ഛനും ഇതാണ് അഡ്വൈസ് ചെയ്തത്. നിങ്ങൾ ഇത് അവനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഒപ്പിടിച്ചാണ്. ഐ വിൽ പ്രൂവ് ദാറ്റ്. ഞങ്ങളുടെ അഡ്വക്കേറ്റിന്റെ മുമ്പിൽ വെച്ചാണ് ഉണ്ണി ഇത് ഒപ്പിട്ടത്. ബാരിസ്റ്റർ അറിയുമായിരിക്കും. അഡ്വക്കേറ്റ് പ്രസാദ്, അദ്ദേഹം ഒരു നോട്ടറി പബ്ലിക് കൂടിയാണ്. ഉണ്ണിയെ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ലെന്നും ഉണ്ണി സ്വമേധയാ ഒപ്പിട്ടതെന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇതെന്നും നോട്ടറി പബ്ലിക്കിന്റെ സാക്ഷ്യം ധാരാളമാണ്. പിന്നെ നിയമം അറിയാവുന്ന ബാരിസ്റ്ററിനെ ഞാൻ ഇതൊക്കെ ഓർമ്മിപ്പിക്കണം. നിങ്ങൾ യു cannot do this. No? Oh yes, I can. 2 വർഷത്തിന് മുമ്പ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനെ സഹായിക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സഹാനുഭൂതി കാണിച്ച് വിശ്വസിപ്പിച്ച് നിങ്ങളൊരു കുറ്റസമ്മതം ഒപ്പിട്ട് വാങ്ങിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? ബാലു was his name, is his name, and that's me. ബാലു, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ എന്റെ മകനെ രക്ഷിക്കണം. അറ്റ് എനി കോസ്റ്റ് പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് കെഞ്ചുന്നു. വെൽ ബാരിസ്റ്റർ, എന്റെ ടേംസ് വളരെ സിമ്പിളാണ്. നമ്പർ 1, എന്റെ ഫാദർ നിരപരാധിയായിരുന്നുവെന്നും കമ്പനിയുടെ പണ ഇടപാടുകളിൽ ഒരു കൃത്രിമവും കാണിച്ചിട്ടില്ലെന്നും തെളിയിക്കാൻ കഴിയുന്ന ഫയൽസും രേഖകളും നിങ്ങളുടെ കയ്യിലുണ്ട്. ഐ വാണ്ട് ദം. നമ്പർ 2, നിങ്ങൾ മനഃപൂർവ്വം രേഖയുണ്ടാക്കി ഇല്ലാത്ത കേസിൽ എന്നെ കൊടുക്കുകയായിരുന്നു എന്ന് ഏറ്റുപറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ടും എന്റെ അഡ്വക്കേറ്റിന്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചാൽ ഇതാണ് അദ്ദേഹത്തിന്റെ കാർഡ്. ആ നിമിഷം ഉണ്ണിയെ രക്ഷപ്പെടുത്താനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ബട്ട് ഹൗ ക്യാൻ യു? ന്യായമാണ് നിങ്ങളുടെ സംശയം. ബോധ്യപ്പെടുത്താം. ചാലി ചാലി, ഇതാണ് എന്റെ ഫ്രണ്ട് മിസ്റ്റർ ചാർലി. നിയമവിരുദ്ധമായി സ്മഗിൾഡ് സാധനങ്ങൾ കടത്തിയതിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇപ്പൊ പുറത്തിറങ്ങിയതേ ഉള്ളൂ. രാജു എന്ന പേരിൽ സാറിന്റെ മകനെ പരിചയപ്പെട്ടതും അടുപ്പം ഭാവിച്ച് മറ്റവനുള്ള ബ്രീഫ് കേസ് ഏൽപ്പിച്ചത് ഞാനാ. ഞാൻ ആവശ്യപ്പെട്ടാൽ ചാർലി അത് ഏറ്റുപറയും. ഒരിക്കൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇയാൾ വീണ്ടും കുറ്റമേറ്റു പറയുമെന്നോ? ഒരു സംശയവും വേണ്ട സാറേ. ബാലുവിന് വേണ്ടി ഈ ചാർലി ഏറ്റുപറയും. കഴിഞ്ഞ തവണ എന്നെ പിടിച്ചപ്പോ അവരാവുന്ന പണി മുഴുവൻ നോക്കി. ആരുടെ കയ്യിൽ നിന്നാണ് എനിക്ക് ചരക്ക് കിട്ടുന്നതെന്ന് എന്നെ കൊണ്ട് പറയിക്കാൻ ഞാൻ എന്റെ മുതലാളിയെ ഒറ്റിക്കൊടുത്തില്ല.
പക്ഷേ അതിന്റെ നന്ദി ആ ദുഷ്ടൻ എന്റെ കുടുംബത്തോട് കാണിച്ചില്ല. ഇത്തവണ ഞാനത് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക. ബാലുവിന് വേണ്ടി സാറിന്റെ മകനെ രക്ഷപ്പെടുത്താൻ ഞാൻ ഈ കുറ്റം ഏറ്റെടുത്താൽ ഒരു സംശയവും വേണ്ട, ഞാൻ മാപ്പുസാക്ഷിയാവും. അവരെന്നെ ശിക്ഷിക്കില്ല സാർ. എന്റെ മുതലാളിയുടെ എല്ലാ താവളവും സ്റ്റോക്കും ഞാൻ അവർക്ക് ഒറ്റ കൊടുക്കും. എനിക്ക് റിവാർഡും കിട്ടും. Well, are you convinced now? Say yes or no. സമയം കളയാനില്ല. യെസ് എന്നാണ് ഉത്തരമെങ്കിൽ 9-ാം തീയതിക്കകം ബാംഗ്ലൂരിൽ അഡ്വക്കേറ്റ് പ്രസാദിന്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞ രേഖകൾ എത്തിക്കുക. അതല്ല നോ ആണെങ്കിൽ പാവം ഉണ്ണി. മൈ സിമ്പത്തീസ് ആർ വിത്ത് ഹിം. ചാർലി വാ. വരട്ടെ സാർ. ചാക്കോച്ച, ഞാൻ അയച്ച ചരക്ക് മുഴുവൻ മോശമാണെന്നും പറഞ്ഞ് ഷിപ്മെന്റ് ഒരു തിരിച്ചയച്ചു. പലരോടും ഇരുന്ന് വാങ്ങി മുടക്കിയ മുതൽ മുഴുവൻ പോയി. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ജെയിംസിന്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണം പിള്ള തിരിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടാ എന്റെ മോൻ തനിക്ക് കടം തന്നത്. ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ? ചാക്കോച്ചൻ എന്റെ നില എന്താ മനസ്സിലാക്കാത്തത്? കളിപ്പീര് വർത്താനം പറഞ്ഞോണ്ടല്ലോ എന്റെ മട്ടും ഭാവം മാറും. ഉള്ളത് പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ താൻ എന്റെ ഇത് വാങ്ങിക്കും. മറ്റുള്ളവരോട് ചെയ്ത് ചതിയും തട്ടിപ്പ് എന്റെ അടുത്ത് എടുക്കരുത്. ഇത് ചാക്കോച്ചനാ. പേടിപ്പിക്കാതോ. ഞാൻ ചതിവും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ താൻ അതിലെന്റെ ആശാൻ. ചന്ദ്രൻപിള്ളേ, വലിയ മുതലാളിയെയും ആ പാവം സ്വാമിയെയും വകവരുത്തിയതുപോലെ തനിക്ക് എന്നെ തൊടാനൊക്കില്ല. ഇതെന്താ ഗുസ്തി പിടിക്കുന്നു? എടോ, തനിക്കൂടെ എന്താ കാര്യം? എനിക്ക് പുറത്ത് ചിലർ നിൽക്കുന്നുണ്ട്, അവരുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഇതാ എവിടെ? ഇതാ കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്ന ഈ പാവങ്ങളെ തോൽപ്പിച്ച് തനിക്ക് ഇവിടെ വാഴാമെന്ന് കരുതി അല്ലേ? അവരുടെ കാര്യം പറയാൻ നീ ആരാ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിന്നെ പറയാം. 200-300 അഡ്വാൻസ് കൊടുത്തിട്ട് പിടിച്ച മീനെല്ലാം തന്നെ എടുത്തോണ്ട് പോയില്ലേ? അതിന്റെ ബാക്കി അമേരിക്കൻ ഡോളർ വന്നാൽ മാറി തരാമെന്ന് പറഞ്ഞില്ലേ? ആ കാശ് എവിടെ? പറയണോ? ഇല്ലെങ്കിൽ ഇവരുടെ മുന്നിലേക്ക് ഞാൻ എറിഞ്ഞു കൊടുക്കും. പിന്നെ ഈ ശരീരത്തിൽ എല്ല് ബാക്കി കാണില്ല. പൊന്നു സഹോദര, എന്നെ ഉപദ്രവിക്കരുത്. എന്ത് വിറ്റിട്ടായാലും ഞാൻ തരാം. എപ്പോ? ഒരാഴ്ചക്കോ. ചാർലി വിട്ടേർ. ഒരാഴ്ച കൂടെയല്ലേ, നമുക്ക് ക്ഷമിക്കാം. നല്ല അടുത്ത ഊഴം തന്റേതാണ്. മകന്റെ ഫൈനാൻസ് കമ്പനിയുടെ പൂച്ച് ജനം അറിഞ്ഞു തുടങ്ങി. ഉള്ളത് മുഴുവൻ ജപ്തി ചെയ്ത് എന്റെ അമ്മയെ പെരുവഴിയിൽ കൊണ്ട് നിർത്തിയില്ലേ? അവിടെ തന്നെ ചാക്കോച്ച ഞാൻ തന്നെയും കൊണ്ടാക്കും. On the same bloody streets. രാധ എന്താ അത്യാവശ്യമായിട്ട് എന്നെ കാണുമെന്ന് പറഞ്ഞത്? എന്റെ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാൻ പലവട്ടം ഞാൻ കയറി ഇറങ്ങി നിങ്ങളുടെ ഓഫീസിൽ. ഒടുവിൽ തന്ന ചെക്ക് ഇതാ ബാങ്കിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു. അവിടെ നിങ്ങളുടെ ഫിനാൻസിന്റെ പേരിൽ ചില്ലി കാശില്ലെന്ന്. ഒന്ന് പതുക്കെ, നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? എനിക്ക് എന്റെ കാശ് കിട്ടിയാൽ മതി. രാധയ്ക്കറിയാലോ ചന്ദ്രമളിക്ക് കൊടുത്ത കാശിന്റെ കാര്യം മുഴുവനും പോയി. എനിക്ക് അതിൽ കൂടുതൽ അറിയാം. വലിയ പലിശ കൊടുക്കാമെന്നും പറഞ്ഞ് നാട്ടുകാരെ മോഹിപ്പിച്ച് വാരിക്കൂട്ടിയ പണം മുഴുവൻ താനും തന്റെ അപ്പനും കുതിരപ്പന്തയത്തിലും ചൂതാട്ടത്തിലും കൊണ്ട് തൂത്തടിച്ചില്ലേ? കുടിച്ചു കൂത്താടിയില്ലേ? എനിക്ക് വന്ന ഗതികേട് മറ്റൊരാൾക്കുണ്ടാവരുത്. നിങ്ങളെല്ലാം ഇത് കാണണം. ഇയാൾ തന്ന വണ്ടിച്ചക്കാണിത്. മേലിൽ ഒരുത്തനും ഇയാൾ നടത്തുന്ന ഫിനാൻസ് കമ്പനിയിൽ വിശ്വസിച്ച് ചതിയിൽപ്പെടരുത്. എന്റെ കാശ് ഈടാക്കാനുള്ള വഴി എനിക്കറിയാം. നിങ്ങളാരും അവൾ പറഞ്ഞ് വിശ്വസിക്കരുത്. നാളെ അവന്റെ ഫിനാൻസ് കമ്പനിയിൽ റണ്ണ് നടക്കും. ഡെപ്പോസിറ്റേഴ്സ് വിടില്ല. മാറാനോ? ഞങ്ങളുടെ കാശ് കിട്ടാതെ. എടാ ജെയിംസേ, ഇറങ്ങി പോടാ. അയാളില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എവിടെ പോയി? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളം വെക്കാതെ പോകണം. എന്റെ ദൈവമേ, ഇവന്റെ തലയിൽ എഴുത്തി വീഴണേ. എന്റെ മോളെ കത്തിക്കാൻ വെച്ച പണം ഞാൻ ഇവിടെ കൊണ്ടിട്ടു. ഇനി ഞാനത് എവിടെ നിന്ന് ഉണ്ടാക്കും? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ബാലു. നിങ്ങളുടെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്കെതിരായുള്ള കേസ് തള്ളിക്കളയുവാൻ ദീസ് ഡോക്യുമെന്റ്സ് ആർ മോർ ദാൻ ഇനഫ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടും. കൂടിപ്പോയാൽ ഒരു 15 ദിവസം, അതിൽ കൂടുതൽ താമസിക്കില്ല. താങ്ക് യു സർ. എന്റെ മകൻ ബാരിസ്റ്റർ സാർ, ഞാൻ വാക്ക് തെറ്റിക്കാറില്ല. ഉണ്ണികൃഷ്ണനെ റിലീസ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. ചാർലി കീഴടങ്ങി കുറ്റമേറ്റു പറഞ്ഞു.